നീ നിസ്കരിച്ചാലും അള്ളാഹുവിന് ഒരുപോലെ, നിസ്കരിച്ചില്ലെങ്കിലും അള്ളാഹുവിന് ഒരുപോലെ. ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും സ്വാലിഹായാൽ അള്ളാഹുവിന് ലാഭമില്ല. ഈ ഭൂമിയിലെ മനുഷ്യരെല്ലാരും തമ്മാടികളായാൽ അള്ളാഹുവിന് നഷ്ടവുമില്ല. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ കബീറ സിവാഹു ജല്ലത് മഹമിദുഹു വഅസ്സ സനാഹു. ഹാദിൽ ഇബാദി ഇലാ സനാ ഇർഫാനിഹി ലൗല തഫളലു മാ ഹതദൗ ലിസനാഹു. മലികുൽ മുലൂക് വഹുക്മുഹു ഫീ ഖൽഖിഹി മാലിൻ ഫലാ ഹുക്മു യുറാ ലിസിവാഹു. അവന്റെ നിയമം നീ അനുസരിക്കണം, നിന്റെ നിയമം അനുസരിക്കേണ്ട ബാധ്യത അവനാണ്. അല്ലാഹു അവനെ നിന്നെ ഉണ്ടാക്കേണ്ട ബാധ്യതയില്ല. മനസ്സിലായോ പറഞ്ഞത്? അവന് നിന്നെ ഉണ്ടാക്കേണ്ട ബാധ്യത ഇല്ല. നീ ഉണ്ടായാൽ എന്ത്, നീ ഉണ്ടായില്ലെങ്കിൽ എന്ത്? വല്ലവ്വലു വല്ലാഖിറു വല്ലാഹിറു വൽബാത്തിൻ വഹുവ ബികുല്ലി ഷൈഇൻ അലീം. ആ വെയിലത്തിരിക്കുന്ന ഒരു 2-3 ആളുകൾ തണലിലേക്ക് ഇരിക്കും. തണുപ്പുള്ളടത്ത് വെയിലത്തിരിക്കാൻ പാടില്ല, തെറ്റാണ്. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ആദ്യം 1-ാമത്തെ പാടാണ് ഈ പറഞ്ഞു തരുന്നത്. അല്ലാഹു അല്ലാഹുവാണ്. അവൻ നമ്മെ ശിക്ഷിച്ചാലും അവൻ മഹാനാണ്, അവൻ നമ്മെ രക്ഷിച്ചാലും അവൻ മഹാനാണ്. അവൻ നമുക്കൊന്നും തന്നില്ലെങ്കിലും നാം ബാധ്യതപ്പെട്ടവരാണ്. അവൻ നമുക്ക് എല്ലാം തന്നാലും നാം ബാധ്യതപ്പെട്ടവരാണ്. നമുക്കൊന്നുമില്ല. സ്വർഗത്തിലെ ഏറ്റവും വലിയ നിധി ഏതാ നിങ്ങൾക്കറിയോ? സ്വർഗത്തിലെ ഏറ്റവും വലിയ നിധി ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടോ എന്ന് മുഹമ്മദ് മുസ്തഫ. ഖാലൂ ബലാ യാ റസൂലല്ലാഹ്. സ്വർഗത്തിലെ ഏറ്റവും വലിയ നിധി ഞങ്ങൾക്ക് അറിയിച്ചു തരൂ നബി, അറിയിച്ചു തരൂ നബി എന്ന് അസ്ഹാബു റസൂലില്ലാഹ്. ഫഖാല ഖൂലൂ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഇതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ നിധി എന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു കഴിവും ഒറ്റ പോയി, എന്നാലും അൽഹംദുലില്ലാ അത് തരേണ്ട ഒരു ബാധ്യതയും അതുണ്ട്. നിസ്കരിക്കല്ല, ആദ്യം തല ലെവലാക്കണം. നിസ്കരിക്കൽ ഏത് കളർ നിസ്കരിക്കാം? നിങ്ങളിവിടെ ഉണ്ടോ? ആവോ, നിങ്ങളിവിടെ ഉണ്ടോ? നിങ്ങളിവിടെ ഉണ്ടോ? പറ. ഈ പഴയ പാത്രങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കച്ചവടക്കാർ വന്നാൽ പാത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പാത്രങ്ങളെ ചവിട്ടുക ചെയ്യാം. നല്ല ചവിട്ട് കൊടുക്കും, അടിക്കും, ഇരുമ്പുകൊണ്ട് അടിക്കും. എന്നിട്ട് ഇത്ര വലിയ പാത്രത്തിനെ അടിച്ച് ഭേദ്യം ചെയ്ത് അതിനങ്ങോട്ട് നിസാരമാക്കിയിട്ട് ഇത്ര പോലെയാക്കും. എന്നിട്ട് ചാക്കും കെട്ടിൻ്റെ ഉള്ളിലേക്ക് പറ ഇഷ്ടംമാര് എറിയും. എന്നിട്ട് അത് നേരെ പഴയ ഇരുമ്പ് പുതിയ ഇരുമ്പാക്കുന്ന വലിയ ഫാക്ടറിയിലെത്തിക്കും. ഫാക്ടറിയിൽ അതിനേക്കാൾ വലിയ ഭേദ്യം ചെയ്യും. ഫാക്ടറിയിൽ കൊണ്ടുപോയിട്ട് തീൻ്റെ ഉള്ളിലേക്ക് വെച്ച് പിന്നെ ഉരുക്കും, പിന്നെ അതിനെ കഷ്ടപ്പെടുത്തും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയ കീടങ്ങളെല്ലാം പുറത്തേക്കും. പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ 1-ാം നമ്പർ ഇരുമ്പായി പുറത്തേക്ക്. തല്ല് കിട്ടാതെ ഒരാളും നന്നായിട്ടില്ല. കുരിക്കളെ ചവിട്ട് കിട്ടാതെ ഒരുത്തനും 18 അടവ് പഠിച്ചിട്ടില്ല. 18ാമത്തെ അടവും പഠിക്കാം, പക്ഷെ 1-ാമത്തെ അടവ് മുതൽ കുരിക്കൾ ചവിട്ടും. 1-ാമത്തെ അടവിന് ചവിട്ടിയതിനേക്കാൾ 2-ാമത്തെ അടവിൽ ചവിട്ടും. കുരിക്കൽ ചവിട്ടിയിട്ടില്ലേ അവൻ അടവ് പഠിക്കൂല. നിങ്ങൾ ഇവിടെ ഉണ്ടോ? ആവോ, പറഞ്ഞത് മനസ്സിലായോ? ഇത് ചവിട്ടാണ്, ചവിട്ടിയിട്ട് ഉയ്യാണ്. എന്തിനാണ് നെറ്റിമ താമ്പ്? ചോറില താമ്പ് വേണ്ടത്. നെറ്റിമ താമ്പുണ്ടായി നടന്ന ആളുകളെ പറ്റിയല്ലേ ഫവൈലുല്ലീൽ മുസല്ലി എന്ന് പറഞ്ഞത്. ചോറ് താമ്പില്ലാതെ മോനെ അള്ളാഹനെ തിരിഞ്ഞോ? അള്ളാഹനെ തിരിയോ? തിരിയില്ലാന്ന് തിരിയും. അത് തിരിയലാണ്, അതാ തിരിയല്ലേ. ഏറ്റവും വലിയ തിരിയൽ എന്താ? അള്ളാഹനെ എനിക്ക് പറ തിരിയൂലാന്ന് തിരിയ. അങ്ങനെ തിരിയൽ. എൻ്റെ റബ്ബിനെ എനിക്ക് തിരിയൂലാന്ന് തിരിഞ്ഞപ്പോൾ ആ സുജൂദിനൊരു വില ഉണ്ടാവും. 10,000 സുജൂദിനേക്കാൾ നല്ലത് അള്ളാഹനെ തിരിയില്ലാന്ന് തിരിഞ്ഞിട്ട് രണ്ടരക്കാത്ത സുജൂദിന. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. മുഅ്മിനീങ്ങളെ ചിന്തിക്ക്. ഞാനൊന്നല്ല ഈ പറയുന്നേട്ടാ, ഇതുകൊണ്ട് രക്ഷപ്പെടുന്നു വിചാരിക്കണ്ട.
ഒക്കെ വലിയ വലിയ കോലമാരല്ലേ. എൻ്റെ പേര് റഹ്മത്തുള്ള ഖാസിം. നിങ്ങൾ അറിയൂലേ? ആ എൻ്റെ ഫോട്ടോ ഇടക്കിടക്ക് പത്രത്തിൽ ഏറാറുണ്ടല്ലോ. നിങ്ങൾ എന്താ എന്നെ അറിയില്ല? എന്നെ അറിയില്ലേ? ആ ഞാൻ വലിയ ആളല്ലേ? ഞാൻ വലിയ ആളാണല്ലോ. നിങ്ങളറിയില്ലേ? ഞാൻ വലിയ ആളാണ്. ഏകദേശ ദിവസങ്ങളെല്ലാം എൻ്റെ പേര് പത്രത്തിലുണ്ടാവും. അതുകൊണ്ട് എന്താ കാര്യം? മുങ്കർ നക്കീർ ഊരൊക്കെ 2 ചവിട്ടേറെ തരുന്നല്ലാതെ എന്ത് കാര്യം അതിൽ? എന്ത് മുങ്കർ ചവിട്ടാൻ നോക്കുമ്പോൾ നക്കീർ പറയോ ഇന്നലത്തെ സുപ്രഭാതത്തിൽ വരെ അയാളെ ഫോട്ടോ ഉണ്ട് ചവിട്ടല്ലേ പറയും? മനുഷ്യന്മാരെ പറയും. എന്താ നിങ്ങൾ നോക്കിയിരിക്കണ? എന്ത് 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 ദുനിയാവ്? മനുഷ്യന്മാര് ദുനിയാവിൻ്റെ പിന്നാലെ ഓടണ്ട. ഇതിൻ്റെ വടിയൊക്കെ കുഴിച്ചിടും. സുബ്ഹാനല്ലാഹ് 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് 20 വൽഹംദുലില്ലാഹ് 30 മാ മിൻ ദിക്രിൻ അഅ്ളമു സവാബൻ മിനൽ ഹംദുലില്ലാഹ്. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ 10 കൂലിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ 20 കൂലിയാണ്. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ 30 കൂലിയാണ്. മാ മിൻ ദിക്രിൻ അഅ്ളമു അജ്റൻ മിൻ അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്ക്കാൾ കൂലി കിട്ടുന്ന ഒരു ദിക്റുമില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. സന്തോഷത്തിൽ പറയുന്ന വാക്കാണ് എന്ത്? എന്താ ഇതിന്റെ മായന? മുഅ്മിന് എന്ത് നഷ്ടം വന്നാലും സന്തോഷാണ്. കാരണം ഒന്നും അവൻ്റെതല്ല, എല്ലാം അവരുടേതാണ്. പറയും. പിന്നെ പ്രശ്നം എന്ത്? എന്ത് പ്രശ്നം ഉണ്ടായി നിങ്ങൾ പറയുന്നത്? ഒരു പ്രശ്നമില്ല. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അത് തലയൊക്കെ കേറ്റ്. മനുഷ്യന്മാരെ ചിന്തിക്കണം. തല നരച്ചിട്ട് ഒരു കാര്യമില്ല. തല നരച്ച വലിയ നര ഇബ്ലീസിനാണ്. ഒന്നന്നായോ? ഈ ലോകത്തിന് ഏറ്റവും വയസ്സുള്ള ആളാരാ? ഒന്ന് പറയുന്ന മനുഷ്യന്മാരെ. ഈ ദുനിയാവിൽ ഏറ്റവും വലിയ വയസ്സനാരാ? അബ്ബേ എൻ്റെ നാട്ടുകാരെ ഒന്ന് പറയും. മൂത്താപ്പല്ല പറ. ഏറ്റവും കൂടെ വന്നിരുന്ന ആദം നബി വരെ 1000 കൊല്ലം കഴിഞ്ഞപ്പോൾ തിരിച്ചുപോയി. ഇയാൾ ഇപ്പോഴും പോയിട്ടില്ല. ആര്? ഏറ്റവും വലിയ വയസ്സനെയാണ് നമ്മൾ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയുന്നത്. കുരുത്തക്ക് പുറത്ത് പറയണ്ട. കുരുത്തക്ക് അപ്പൊ എന്താ വിഷയം? വയസ്സൊന്നുമല്ല വിഷയം. വിഷയം മർമ്മമാണ്. നബി പ്രസവിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ സുവൈബയെ മോചിപ്പിച്ച ആളാണ്. അത്രയും വൃദ്ധനാണ് അബൂ ലഹബ് ലഅനത്തുല്ലാഹി അലൈഹി. മുത്തുനബി ജനിച്ചു എന്നറിഞ്ഞപ്പോൾ അത് പറഞ്ഞു വന്ന പെണ്ണിനെ മോചിപ്പിച്ച ആളാണ് അബൂ ലഹബ്. അപ്പോൾ അബൂ ലഹബ് ആരാ? വയസ്സൻ, ധനാഢ്യൻ. മുത്തുനബി അബ്ദുള്ള എന്ന ജേട്ടൻ ഒരു പൊന്നുമോൻ, ഒരു പൊന്നുമോൻ ജനിച്ചു എന്ന് അടിമ പെണ്ണ് പറഞ്ഞപ്പോൾ പറഞ്ഞതെന്താ? ഇന്നക്കെ ഹുറ. ആ സന്തോഷം എന്നെ അറിയിച്ച പെണ്ണ്, നീ ഇന്ന് മുതൽ സ്വതന്ത്രയാണ് എന്ന് അബൂ ലഹബ് പറഞ്ഞു. ലഅനത്തുല്ലാഹി. ആ അബൂ ലഹബിനെയാണ് തബ്ബത് യദാ. അത് മുത്തുനബിന്റെ വായി കൂടെയാണ് പറയിപ്പിച്ചു അല്ലാഹു. ജിബ്രീൽ മുത്തുനബിയോട് പറഞ്ഞു, മുത്തുനബി നാട്ടുകാരോട് പറഞ്ഞു. എന്തേ അങ്ങനെ തന്നെയല്ലേ? വേറെ എന്തേ അങ്ങനെയല്ലേ? ഇതേ ഈ സൂറത്ത് ജിബ്രീൽ വന്ന് പറഞ്ഞുകൂടായിരുന്നോ? എന്ത് നബിയെ, ഇത് നിങ്ങളെ മൂത്താപ്പാനെ കൂട്ടം പറയുന്നതാണ്, അതുകൊണ്ട് ഇത് ഞാൻ തന്നെ പറയാം, നിങ്ങൾ പറയണ്ട. എന്തേ? അപ്പോൾ ബഹുമാനവും ആദരവിന്റെയും അനാദരവിന്റെയും മാനദണ്ഡം തല നന്നാകലാണ്. പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ആദരിക്കപ്പെടും തല നന്നായെങ്കിൽ, അനാദരിക്കപ്പെടും തല വടക്കായാൽ. അവൻ ആരായാലും വേണ്ടില്ല. വളരെ ചിന്തിക്ക്. ജല്ല ജലാലായ റബ്ബിന്റെ വലിപ്പിക്കാനൊക്കെ അവന്റെ ജമാലാണ്. അൽഹംദുലില്ലാഹ്, ഇതൊക്കെ അവന്റെതാണ്, എന്റെതല്ല. ഞാൻ ഇന്നും ഇപ്പൊ പ്രസംഗിച്ചല്ലോ, അൽഹംദുലില്ലാഹ്. ഈ പ്രസംഗം അവസാനിക്കുന്ന ഒരു ഉറപ്പില്ല, എന്നാലും അൽഹംദുലില്ലാഹ്. നിങ്ങളെല്ലാവരും എന്നെ കേട്ടിരിക്കല്ലേ? പറയ്. നിങ്ങൾ എൻ്റെ വാക്ക് ഭംഗിയില്ലെങ്കിൽ കേട്ടിരിക്കില്ല. നിങ്ങൾ അത്ര വലിയ ആളുകളൊന്നും അല്ല.
നിങ്ങൾ എൻ്റെ വാക്കിൽ എവിടെയെങ്കിലും പിഴവുണ്ടെങ്കിൽ എണീറ്റ് പോകും. അപ്പോൾ ഇന്നും നല്ല വാക്ക് നിങ്ങളോട് പറയാൻ കരുത്തണമെന്ന അള്ളാഹു അവനാണ്. നാളെ പ്രസംഗിച്ചില്ല, അൽഹംദുലില്ലാ, ഇന്നലെ പ്രസംഗിച്ചല്ലോ. ഇന്നെ പ്രസംഗിപ്പിക്കേണ്ട ഒരു ബാധ്യത അള്ളാഹ്ക്കില്ല. الرحمن علم القرآن خلق الإنسان علمه البيان. സാഹിത്യം അള്ളാഹുവിന് മനുഷ്യനെ പഠിപ്പിച്ചു. എന്താ വർത്താനം, എന്താ കൊല്ലാൻ കൊണ്ടുപോയതാണ് കൈസിനെ. അപ്പോൾ കൈസ് പട്ടാളക്കാരോട് പറഞ്ഞു, നിൽക്കും ഒരു എനിക്കെൻ്റെ ഉനൈസയെ പറ്റി 4 വരി കവിത പാടണം. തൂക്കി എറിഞ്ഞു കൊല്ലാൻ വേണ്ടി വിധിച്ചിരുന്നു കൈസ് എന്ന കവിയെ, കൈസിനെ. അപ്പോൾ കൈസിനെ കൊല്ലാൻ കൊണ്ടുപോയി പട്ടാളക്കാരെ ഏൽപ്പിക്കപ്പെട്ടു. പട്ടാളക്കാർ മലമുകളിൽ നിന്ന് എറിഞ്ഞു കൊല്ലലായിരുന്നു രീതി. മലമുകളിലെത്തിയപ്പോൾ കൈസ് പറഞ്ഞു, ഖിഫാ നബ്കി മിൻ ദിക്റാ ഹബീബി വമൻസിലി ബിസഖതിൽ ലിവാ ബൈന الدخول فحوملي فطولها فالمقراط لم يعفر اسمها لما نسجتها من جنوب وشمال بعض الآرام في عرصاتها وقيعانها كأنه حب فلفل كأني ودات البين يوم تحملوا لدى ثمرات الحي ناقيف حنظلي. തളർന്നിരുന്നു പോയി പട്ടാളക്കാര് കവിത കേട്ടിട്ട്. 164 വരി അങ്ങോട്ട് പറഞ്ഞു. കവിത ഇരുന്നങ്ങോട്ട് പഠിച്ചു പട്ടാളക്കാർ. കുത്തിക്കാട്ടിൽ കൈസിനെ ഒളിപ്പിച്ചിട്ട് രാജാവിൻ്റെ അടുത്തേക്ക് ഓടിയിട്ട് രാജദർബാറിൽ കവിത ചൊല്ലാൻ തുടങ്ങി പട്ടാളക്കാർ. അപ്പോൾ രാജാവ് തന്റെ മുന്നിലുള്ള മേശയിൽ ഇങ്ങനെ അടിച്ചു, ഇങ്ങനെ ഹൈ 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 എന്നിങ്ങനെ അടിച്ചു രാജാവ്. അപ്പോൾ പിന്നെ രാജാവ് ചോദിച്ചു, മനുഷ്യർ മനുഷ്യർ നിങ്ങളുടെ 2 കൂട്ടത്തിൽ ആരാണ് യഥാർത്ഥ കവി എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, മാനവമാഹുവ, ഞാനുമല്ല ഇയാളുമല്ല, കവി വേറൊരാളാണോ? എന്നാൽ കൊണ്ടുവരുമോ? അപ്പോൾ പട്ടാളക്കാർ പറഞ്ഞു, അയാളെ കൊല്ലാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ രാജാവ് പറഞ്ഞു, ഇയാളെ കൊല്ലുകയോ? ഇയാളെ കൊല്ലാൻ വിധിച്ചവൻ എത്ര വലിയ അക്രമിയാണ്. അപ്പോൾ പട്ടാളക്കാർ പറഞ്ഞു, എന്നാ അത് നിങ്ങൾ തന്നെയാണ്. കൈസിനെ തിരിച്ചു കൊണ്ടുവന്നു. കൈസിനെ രാജാവിന്റെ സിംഹാസനത്തിൽ. ഇതാ ചരിത്രം. റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. ഈ കഴിവ് നമുക്ക് നൽകിയവൻ ആരാണ്? അൽഹംദുലില്ലാഹ്. ഒരു ഭൂമിയും തന്നില്ല. ഇതുണ്ടെങ്കിൽ എല്ലാം ഉണ്ടാക്കാം. ഒന്നുമില്ലെങ്കിൽ റോഡ് സൈഡിൽ കർച്ചീഫ് വിറ്റാൽ മതി. 1 നമ്പർ കർച്ചീഫ് അത് കൊടുക്കാം. ഭയങ്കരമാണ്. ഇങ്ങനത്തെ കർച്ചീഫ് നരേന്ദ്രമോദി പോലും ഉപയോഗിച്ചിട്ടില്ല. എടുത്തു കച്ചവടക്കാരൻ ഇതാ തലയിലിടാം, തല തോർത്താം. എന്തൊക്കെയാണ് കർച്ചീഫ് കൊണ്ട് ഉപകാരം? വേണ്ടി വന്നാൽ എന്തൊക്കെയോ ഉപകാരമുണ്ട് കർച്ചീഫ് കൊണ്ട്. വേണമെങ്കിൽ പള്ളിയിൽ ചീരനെ കൊടുക്കുമ്പോൾ ഇങ്ങനെ കാട്ടി നിൽക്കാം. എന്തൊക്കെയാണ് കർച്ചീഫ്? 100 രൂപ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഭയം കേട്ടാൽ നമ്മൾ എടുത്തു. അതിനൊക്കെ കാരണം ഇതാണ്. ടാൻസൻ കസ്തൂരിയാദി വായു ഗുളിക തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ വിൽക്കുന്ന കച്ചവടക്കാരൻ്റെ വർത്താനം അങ്ങനെ കേട്ടാൽ എയ്ഡ്സിന് പോലും അത് പരിഹാരമാണെന്ന് തോന്നിപ്പോകും. സത്യത്തിൽ വായുവിന് പോലും പരിഹാരമല്ല. വീട്ടിൽ കൊണ്ടുവന്നാൽ തെങ്ങിൻ്റെ മരത്തേക്ക് എറിയല്ല. അത് സത്യമാണല്ലേ? الرحمن علم القرآن خلق الإنسان علمه البيان. കുറേ കൊല്ലം കഴിഞ്ഞ് 10-15 കൊല്ലം കഴിഞ്ഞ് പള്ളിയിലെ ഉസ്താദിനെ കാണുമ്പോൾ പറയും, ഉസ്താദെ ഇങ്ങനെ അങ്ങാടിയിൽ ഒരു ഗുളിക വെക്കുന്ന പണിയുണ്ടായിരുന്നു, അതുകൊണ്ട് 2 മക്കളെ കെട്ടിച്ചു, ഒരു 10 സെൻറ്റ് ഭൂമി വാങ്ങി, ഇപ്പം അങ്ങനെ റാഹത്തായി കഴിഞ്ഞു പോകണു. ഒരു മകനെ കല്യാണം കഴിച്ചു, അപ്പോൾ ഗൾഫിലാണ്, അവനെങ്ങനെ റാഹത്തായി അയച്ചു തരും. ഇപ്പം അങ്ങനെ പള്ളി നിസ്കാരമൊക്കെ ഇട്ട് അങ്ങനെ കഴിഞ്ഞു പോകണം. എൻ്റെ കാരണം അവൻ കർച്ചീഫ് വിറ്റതാ. സത്യത്തിൽ കർച്ചീഫല്ല പൈസ ഉണ്ടാക്കി തന്നത്. പറ എന്താണ്? ഒന്നും തന്നില്ല, 8 ഗന്ധം തന്നില്ല, 5 സെന്റും തന്നില്ല. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അവൻ എന്തായാലും മഹാനാണ്. അൽഹംദുലില്ലാഹ്. ഒന്നും തന്നില്ല, എന്നാലും അവൻ മഹാനാണ്. എന്നാൽ നമ്മളെ തന്നല്ലേ? നമ്മളുണ്ടാക്കിയില്ലേ? പറയും നമ്മളുണ്ടാക്കിയില്ല. അൽഹംദുലില്ലാഹ്. ഇത് മനസ്സിലാക്കിയിട്ട് മാതിരി നിസ്കരിച്ചു നോക്ക്.
ആ നിസ്കാരത്തിന് വില ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇല്ലെങ്കിൽ ആടും, നിന്നിട്ട് ഇങ്ങനെ ആടും. ഇത് തലേ കഴിച്ചു. لو كانت الدنيا كلها بيد رجل من أمتي فقال الحمد لله لكان الحمد لله أفضل من ذلك. ഈ ലോകം മുഴുവനും ചുരുട്ടിക്കൂട്ടി എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളെ കയ്യിൽ അല്ലാഹു വെച്ചു കൊടുത്തു എന്നിരിക്കട്ടെ. പുണ്യ റസൂൽ പറയാം, لو كانت الدنيا كلها بأولها وآخرها بيد رجل من أمتي فقال الحمد لله لكان الحمد لله أفضل من ذلك. ഈ ലോകം മുഴുവൻ ചുരുട്ടിക്കുട്ടി ഒരാളെ കയ്യിൽ അല്ലാഹു വെച്ചു കൊടുത്തപ്പോൾ അയാൾ എന്ത് പറഞ്ഞു? അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിനേക്കാൾ വിലയുള്ള വാക്കവൻ അള്ളാഹ്ക്ക് തിരിച്ചു കൊടുത്തു. മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഭാഗ്യം തന്നു പഠിച്ചവനെ. എന്തൊരു ഭാഗ്യമാണ് നീ തന്നത്, എന്തൊരു ഭാഗ്യം, എന്തൊരു വൃത്തി. എത്ര വൃത്തിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ലോകത്ത് വൃത്തിയോടുകൂടെ ജീവിക്കുന്ന ഒരേ ഒരു സൃഷ്ടി മനുഷ്യൻ. മനുഷ്യൻ സംസ്കാരചിത്തൻ മനുഷ്യൻ. ഭൂമിയിലിരുന്നാൽ ആകാശത്തിന്റെ മുകളിലേക്ക് ശാസ്ത്ര സൗകര്യം കൊണ്ട് നോക്കാൻ ശാസ്ത്ര സൗകര്യം കൊണ്ട് മാത്രമെങ്കിലും നോക്കാൻ കഴിയുന്നവൻ മനുഷ്യൻ. ആത്മീയ വെളിച്ചത്തിന്റെ കാര്യവും പറയുകയും വേണ്ട. لولا أن الشياطين يهومون على قلوب بني آدم لنظروا إلى ملكوت السماء. പിശാചിന് നിങ്ങൾ വഴിപ്പെടുന്നത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ നിങ്ങളെ കണ്ണിന് നൽകിയ കഴിവനുസരിച്ച് നിങ്ങൾ ഭൂമിയിലിരുന്നാൽ ആകാശത്തിന്റെ അപ്പുറം കാണേണ്ടവരാണെന്ന് മുഹമ്മദ് മുസ്തഫ. സുബ്ഹാനല്ലാഹ്. ഈ കണ്ണിന്റെ കഴിവാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നിങ്ങളെ ആര് ഭരിക്കുന്നുണ്ട്? പിശാച്. ഇല്ലെങ്കിൽ ഇവിടെ ഇരുന്നാൽ നിങ്ങൾക്ക് ഈ കണ്ണുകൊണ്ട് എന്ത് കാണാൻ കഴിയും? ആകാശത്തിന്റെ അപ്പുറം കാണാൻ കഴിയുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഈ ഹദീസ് സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വാസമില്ലാത്തവർക്ക് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് മനസ്സിലായോ പറഞ്ഞത്? അത്ര വലിയ ശക്തി എന്തിനുണ്ട്? കണ്ണിനുണ്ട്. ഒന്നും തന്നില്ല, ഒരു സെന്റ് ഭൂമി തന്നില്ല, അങ്ങനത്തെ ഒരു കണ്ണ് തന്നു. അൽഹംദുലില്ലാഹ്. പിന്നെ കണ്ണിനെ നാശാക്കിയത് ഞാനാണ്. ഞാൻ ആൾക്ക് വഴിപ്പെട്ടു? പിശാചിന്. അപ്പോൾ എൻ്റെ കണ്ണിന്റെ പവർ കുറഞ്ഞതാ. എൻ്റെ വല്യമ്മ പറയും കുട്ടികൾ ഇങ്ങനെ, ചെറിയ മക്കൾ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ ചിരിക്കുന്നത് കാണുമ്പോൾ ഉമ്മയും വല്യമ്മയൊക്കെ പഴയ കാലത്ത് പറഞ്ഞിരുന്നു അവർ മലക്കുകളെ കണ്ട് ചിരിക്കും. അന്ന് ഞാനും വിചാരിച്ചിരുന്നു ഇവരെ ഒരു വിഡിത്തം. പക്ഷെ ഇപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. സത്യത്തിൽ കുട്ടികൾക്ക് മലക്കിനെ കാണാൻ കഴിയും. എന്തുകൊണ്ട്? പിശാചിന് വഴിപ്പെടാത്ത സൃഷ്ടിയാണ് ആര്? ഈ കുഞ്ഞുമോൻ. ഇവിടെ ഇരുന്നാൽ മലക്കിൻ്റെ ആകാശത്തിനപ്പുറം ലോകം കുട്ടി കാണാൻ കഴിയും. വലിയതാകുമ്പോഴത്തേന് അതൊക്കെ മറന്നുപോയതാണ്. മനസ്സിലായില്ലേ? അങ്ങനെ നോക്കിയിട്ട് ചിരിക്കും കുട്ടി. ആരും കൽപ്പിച്ചിട്ടില്ല. ആരായിരിക്കും കൽപ്പിച്ചിട്ടുണ്ടാവുക? ആരായിരിക്കും കൽപ്പിച്ചിട്ടുണ്ടാവുക? അള്ളാഹുവിന്റെ മലക്കുകൾ. മനസ്സിലായോ പറഞ്ഞത്? വളരെ നമ്മളായി നശിച്ചതാണ്. എന്താണ് അല്ലാഹു നൽകി? എന്താണ് ഈ കഴിവ്? എത്രയാണ് ചിന്തിക്കുക. മനുഷ്യരെ ഒരു സെന്റ് ഉണ്ടെന്നില്ലെങ്കിലും അൽഹംദുലില്ലാഹ്. ഈ കണ്ണിനെ നീ നോക്ക്. ഭൂമിയിലുള്ള പൂന്തോപ്പ് മുഴുവനും ഒരാളുടേതാണെന്നിരിക്കട്ടെ, പക്ഷെ അയാൾക്ക് കണ്ണില്ല. ഒരാളോ ഒരു പൂ പോലും അയാൾക്കില്ല, പക്ഷെ അയാൾക്ക് കണ്ണുണ്ട്. എങ്കിൽ ഭാഗ്യവാനാരാ? നിങ്ങൾ എന്റെ കൂടെ വരി. പറയ്, കണ്ണിന് പറയും, വേഗം പറയ് അൽഹംദുലില്ലാഹ്. എനിക്ക് കണ്ണ് തന്നതിന് അൽഹംദുലില്ലാഹ്. മനസ്സിലായില്ലേ? ഈ ഭൂമിയിലെ പൂന്തോപ്പ് മുഴുവനും ഒരാളുടേതായി, പക്ഷെ അയാൾക്ക് എന്തില്ല? കണ്ണില്ല. എന്താ കാര്യം? ഒരാൾക്ക് പൂന്തോപ്പ് പോയിട്ട് ഒരു പൂച്ചെടി പോലും ഇല്ല, പക്ഷേ കണ്ണുണ്ട്. എങ്കിൽ എല്ലാ പൂവും ആസ്വദിക്കാം. അൽഹംദുലില്ലാഹ്. അതിശക്തമായ കഴിവുകളുള്ള രണ്ട് കണ്ണ് ഞാൻ അവൻ കൊടുത്തില്ലയോ? എന്താ ചോദിക്കണം ചോദ്യം? ഞാൻ അവന് രണ്ട് കണ്ണ് കൊടുത്തില്ലയോ? ഒരു നാവും രണ്ട് ചുണ്ടും അവന് കൊടുത്തില്ലയോ?
വഹദൈനാഹുൻ നജ്ദൈൻ, നേരായ മാർഗവും മോശപ്പെട്ട മാർഗവും വ്യവച്ഛേദിക്കാനുള്ള കഴിവും വേദഗ്രന്ഥവും പ്രവാചകന്മാരെയും ഞാൻ അവന് നൽകിയില്ലയോ? അൽഹംദുലില്ലാഹ്. പറയും പിന്നെ പറയും അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അവൻ എന്തൊരു അല്ലാഹുവാണ്. അൽഹംദുലില്ലാഹ്. ബോധമുണ്ടായാൽ മതി, ഖബറിൽ സന്തോഷിച്ച് കിടക്കും. ബോധമില്ലാത്തവൻ അവിടെ പോയി തല്ലുകൊള്ളു. അള്ളാഹ്ക്കൊന്നും വേണ്ട, അള്ളാഹ്ക്കൊന്നും വേണ്ട. നമുക്ക് എന്ത് വേണം? എന്റെ കൂടെ വരി. അള്ളാഹ്ക്ക് നമ്മൾ ഒന്നും കൊടുക്കണ്ട. എന്ത് ചെയ്യണം? അള്ളാഹിനെ പറ്റി ഒരു ബോധം വേണം. ബോധത്തോടു കൂടി ഫർദ് മാത്രം നിസ്കരിച്ചാലും സ്വർഗ്ഗത്തിൽ കിടക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. 2 കാര്യം ശ്രദ്ധിച്ചാൽ മതി. 1, ഹറാമായ കാര്യങ്ങളിൽ നിന്ന് മാറിക്കാം. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? 2, 1 ഹറാമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാം. 2, നിർബന്ധ ബാധ്യതകൾ നിർവഹിക്കാം. ഈ വാച്ച് എന്റേതല്ലാന്ന് സങ്കല്പിക്കും. ഞങ്ങൾ വലിയ മുതലാളിമാരെ നാടായതുകൊണ്ട് ഒരു വാച്ചില്ലാതെ ഇവിടുന്ന് വന്നാൽ നിങ്ങൾ എന്നെ കൂക്കുമല്ലോ എന്ന് പേടിച്ചിട്ട് എൻ്റെ അയൽവാസി അബ്ദുറഹ്മാന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങി വന്നതാണ് വിചാരിക്കുക. ഒന്ന് പാറ ഇഷ്ടന്മാരെ, ഇത് വിഷമണ്ടാ? നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു വിഷമമുണ്ടോ? അത് നിങ്ങൾ ചിന്തിക്കട്ടാ. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ബോധം, വിവരം വേണ്ടേ വേണ്ട. വിവരം 1 കോടി മനുഷ്യരിൽ ഒരാൾക്കുണ്ടായാൽ മതി. ബോധം എല്ലാവർക്കും വേണം. ഇന്നത്തെ അവസ്ഥ എന്തെന്നെങ്കിൽ എല്ലാവർക്കും വിവരമുണ്ട്, അവർക്കും ബോധമില്ല. പുറത്തു പറയണ്ട. എല്ലാവർക്കും വിവരമുണ്ട്, ആർക്കും ബോധമില്ല. സത്യത്തിൽ വിവരം ആവശ്യമില്ല. വിവരം 10 ലക്ഷത്തിൽ ഒരാൾക്കുണ്ടായാൽ മതി. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾക്ക് ആർക്കും ഒന്നുവിൻ്റെ മസല അറിയില്ല, തങ്ങൾക്കറിയും, അല്ലെങ്കിൽ ഉസ്താദിനെ അറിയാൻ സങ്കല്പിക്കും. നിങ്ങൾക്കാർക്കും നിങ്ങൾക്കാർക്കും ഒന്നുവിൻ്റെ മസല അറിയൂല. ആർക്കറിയും? ഉസ്താദിന്, എക്സാമ്പിൾ ഖത്തീബ് ഉസ്താദിനെ അറിയും എന്ന്. നിങ്ങൾക്ക് ആർക്കും ഒന്നുവിൻ്റെ മസല അറിയൂല. പക്ഷെ നിസ്കരിക്കണം എന്നൊരു ബോധം ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും പഠിച്ചിട്ട് നിസ്കരിക്കും. തിരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നുവിൻ്റെ മസല അറിയും, നിസ്കരിക്കണം എന്ന ബോധം. ഞാനിവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയാൽ പറഞ്ഞത് കാര്യമുണ്ടാ? ഒന്ന് പറഞ്ഞ് മനസ്സിലായോ? ഇത് വിവരമല്ല വേണ്ടത്, ബോധമാണ്. വിവരമുണ്ട്, ബോധം. വിവരം നീട്ടിപ്പോകരുത്. വിവരം 1 കോടി ആളുകളിൽ ഒരാൾക്കുണ്ടായിരുന്നു, പക്ഷെ എല്ലാവർക്കും എന്ത് വേണം? ബോധമാണ്. ഇന്ന് പഠിച്ചവർക്കും ബോധമല്ല, പഠിക്കാത്തവർക്കും. പുറത്ത് പറയണ്ട, ആർക്കുമില്ല ബോധം. എന്ത് ബോധം? അങ്ങനെ അങ്ങനെ മൃഗത്തെ പോലെ ജീവിക്കും. എന്താണ് ഞാൻ? അറിയില്ല. ഞാൻ ആരാ? അറിയില്ല. ഞാൻ എന്റേതാണോ? അല്ല. ഞാൻ പിന്നെ ആരുടേതാ? ഞാൻ എന്തായാലും ബാപ്പാനാണോ? ബാപ്പാൻ്റെ അല്ല. ബാപ്പ എങ്ങനെ ഉണ്ടായത്? ഞാൻ ഉണ്ടായപ്പോഴാണ് ബാപ്പ ഉണ്ടായത്. ഞാനും ബാപ്പ ഒരേ സമയത്ത് ഉണ്ടായത് അല്ലേ? നിങ്ങൾ എന്താ ബേജാറായിരിക്കണം? എൻ്റെ ബാപ്പാടെ പേര് ഹംസാജി എന്നാണ്, എൻ്റെ പേര് റഹ്മത്തുള്ള എന്നാണ്. ഞങ്ങൾ 2 ഒരേ സമയത്ത് ഉണ്ടായത്. ഞാൻ മകനായപ്പോൾ അദ്ദേഹം ബാപ്പയായി. അതിന് ഹംസാജി ഉള്ളൂ, ആരില്ല, ബാപ്പല്ല. ഞാനിവിടെ അങ്ങോട്ട് ഇറങ്ങി. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഞാൻ ആരുടേതല്ല, ബാപ്പാൻ്റെതല്ല. ഞാൻ എൻ്റെ ബാപ്പാന്റെ മോഡലല്ല. ബാപ്പാടെ ഇന്ദ്രിയത്തുള്ളിയോ അതും ബാപ്പാടേതല്ല. നീ നിന്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ച ഒരു തുള്ളി ശുക്ലബിന്ദുവിനെ പറ്റി നീ ചിന്തിച്ചിട്ടുണ്ടോ? അൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. അത് നിന്റേതാണോ എന്റേതാണോ? സുബ്ഹാനല്ലാഹ്, നിന്റേത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ബാപ്പാക്ക് ലാഭം, ബാപ്പ സുഖം അനുഭവിച്ചു. ഇന്ദ്രിയ തുള്ളിയാരുടേതല്ല. ഞാൻ എന്തൊക്കെ പറയുന്നത്? നമ്മളെ നാട്ടിൽ ഒരു ഒറ്റ ഫക്കീറായ ഒരുത്തനുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ട് അങ്ങനെ കഴിഞ്ഞു. അതിനിടയിലാണ് അവൻ്റെ ഒരു മോളെ കല്യാണ അന്വേഷണം വന്നത്. അപ്പോൾ നാട്ടുകാരൊക്കെ കൂടി കെട്ടിക്കാൻ നിശ്ചയിച്ച് അങ്ങനെ വന്നു നോക്കുമ്പോൾ വീട്ടിലൊരു സൗകര്യവും ഇല്ല. അപ്പോൾ ആദ്യം നാട്ടുകാർ തീരുമാനിച്ചു, പൊന്നൊന്നല്ല ആദ്യം വേണ്ടത് വീടൊക്കെ ഒന്ന് നന്നാക്കുക. അങ്ങനെ വീടൊക്കെ പൊളിച്ചൊക്കെ നന്നാക്കി, നല്ല വൃത്തിയുള്ള കക്കൂസും ടോയ്ലറ്റും ബാത്റൂമും എല്ലാം ഉണ്ടാക്കി. പിന്നെ നാട്ടുകാരനെ കൂടിയിട്ട് പൊന്നു വാങ്ങി. പിന്നെ നാട്ടുകാരനെ കല്യാണത്തിനന്ന് അരി വാങ്ങി, പോത്ത് വാങ്ങി. എല്ലാം കഴിഞ്ഞ്
ഉഷാറായി. സൽക്കാരത്തിന്റെ നല്ല കയമ അരിയും കൂടി ബാക്കിയാക്കി വെച്ചിട്ട് അതിന്റെ നെയ്യും കൂടെ കൊടുത്തിട്ടാണ് നാട്ടുകാർ പോയത്. ഇപ്പൊ മകൾ ഉണ്ടായതുകൊണ്ട് പിന്നെ എന്ത് കിട്ടിയത്? ഇതന്നെ നമ്മളെ കാര്യം. നമുക്ക് പറഞ്ഞത് മനസ്സിലായില്ല. മകൾ ഉണ്ടായതുകൊണ്ട് പിന്നെ എന്താ ഉണ്ടായതെന്നറിയോ? ഭാര്യയുടെ സുഖം അനുഭവിച്ചു. ഇതെണ്ണ ഉണ്ടായിട്ടേ ഇല്ല. ഈ മകളില്ലെങ്കിൽ ഇവന്റെ വീട് ഇങ്ങനെ നന്നാവൂല. ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഇതന്നല്ലേ നമ്മളൊക്കെ. എന്താ ബാപ്പാന്റെ രണ്ട് എന്ത് ബാപ്പാന്റെ? ഞാൻ ഇത് കേട്ടിട്ട് നാളെ മുതൽ ബാപ്പ ഞാനും നിങ്ങൾ ഒപ്പം ഉണ്ടായെന്ന് പറയാൻ നടക്കണ്ട. അതുകൊണ്ടാണ് ബാപ്പാക്ക് വഴിപ്പെടണമെന്ന് അല്ല കൽപ്പിച്ചു. എന്തുകൊണ്ട്? ബാപ്പാനെ ബാപ്പയാക്കിയത് ബാപ്പയല്ല. എന്റെ കൂടെ വാ. ബാപ്പാക്ക് വഴിപ്പെടണമെന്ന് അല്ല കൽപ്പിച്ചു. കാരണം ബാപ്പാക്ക് വഴിപ്പെടണമെന്ന് കൽപ്പിക്കാൻ ബാപ്പാക്ക് അവകാശമല്ല. പറ. കാരണം ബാപ്പാനെ ബാപ്പയാക്കിയതാരാ? അല്ലാഹ്. അപ്പൊ നീയോട്ട് ബാപ്പയുമല്ല. കല്യാണം കഴിച്ച് ഇന്നലെ ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് 14 കൊല്ലമായി കുട്ടിയില്ല. പെണ്ണ് കെട്ടിയെങ്കിൽ കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ എന്താണ് ഉണ്ടാവാത്ത? എന്താണ് നമ്മുടേതായി? എന്താ നമ്മളത്? എന്ത്? ഞാൻ ആരുടേതാ? എന്റേതല്ല. എന്റേതല്ല. ഞാൻ എന്റേതല്ല. ഞാൻ അവിടെ ജനിക്കണമെന്ന് തീരുമാനിച്ച ഞാനാണോ? അല്ല. നമ്മളൊക്കെ ജനിക്കേണ്ടത് നമുക്ക് അവകാശം ഉണ്ടാകണമെങ്കിൽ നമ്മൾ അമേരിക്കയിലാണ് ജനിക്കുക. മനസ്സിലായില്ല? കാരണം ലോകത്തെ ഏറ്റവും വലിയ ഹൈ ക്ലാസ് പേഴ്സണാലിറ്റി പറയും മനുഷ്യന്മാരെ അമേരിക്കൻ നാഷണാലിറ്റി എന്നാ. ലോകത്തെ വൻ പോലീസാണല്ലോ ആര്. ഒന്ന് പറ മനുഷ്യന്മാരെ. ഇനി ആത്മീയമായി പറഞ്ഞാൽ ഏറ്റവും ജനിക്കാൻ പറ്റിയ നാട് മദീനയാണ് അല്ലേ? ഒന്ന് പറ മനുഷ്യ. തുർബത്തുൽ മദീനത്തി മുഅ്മിന. മദീനയിലെ മണ്ണ് പോലും മുഅ്മിനാണെന്ന് മുഹമ്മദ് മുസ്തഫ. അവൻ നീ ജനിക്കുന്നതിൽ നിനക്കൊരു അവകാശവുമില്ല. ഞാൻ മൂത്തേർ തിരിച്ചു. ഞാൻ തീരുമാനിച്ചല്ല. ഞാൻ എന്റെ ബാപ്പാന്റെതാണോ? അല്ല. ബാപ്പാക്ക് ലാഭമാണ്. ഫക്കീറിന്റെ മകളെ കല്യാണം ഉണ്ടായപ്പോൾ ഫക്കീറിന് ഭയങ്കര ലാഭം കിട്ടി. കല്യാണത്തിന് പറ്റിയത് ഫക്കീർ ഇങ്ങനെ പൊരയൊക്കെ നോക്കിയപ്പോൾ എന്താ ഇവിടെ നടന്നതെന്ന് മനസ്സിലായില്ല. പൊരയൊക്കെ ഒന്ന് നന്നായി. കക്കൂസ് ബാത്റൂം ഒക്കെ വളരെ ഉഷാറായി. അവനും അവന്റെ ഭാര്യ ഒന്നും അല്ലലില്ലാതെ ജീവിച്ചിട്ട് ഒരു 3 കിലോ ഓരോരുത്തരും നെഞ്ചത്ത് ഇറച്ചി കൂടി ഒക്കെ ഒന്ന് നെയ്പ്പാട് കിട്ടിയതുപോലെ ഉണ്ട്. ഭാര്യയും അവനും ഒക്കെ ഒന്ന് ഉഷാറായി. കാരണം നെയ്യും കല്യാണവും തീറ്റൊക്കെ ആയിട്ട് ഇപ്പൊ ഒന്ന് ജോറായിട്ടുണ്ട്. എന്തേ ഉണ്ടായത്? എന്തുണ്ടായത്? മോളുണ്ടായി. ഇതന്നെ എന്നതുപോലെ നാം നമ്മുടേതല്ല. ഞാൻ എന്റെ ബാപ്പയുടേതുമല്ല. അതുമല്ല. പിന്നെ ഞാൻ ആരുടേതാ? ബാപ്പയുടേതുമല്ല. فلولا إن كنتم غير مدينين ترجعونها إن كنتم صادقين. നിങ്ങളെല്ലാം എന്റെ കടങ്ങളാണ്. നിങ്ങൾക്ക് ഞാൻ നൽകിയതെല്ലാം കടമാണ്. നിന്റെ ഭാര്യ നിനക്ക് അല്ലാഹു കടം തന്നതാണ്. എപ്പോഴും തിരിച്ചുകൊണ്ടോ? നിനക്ക് കടം തന്നതാണ്. തിരിച്ചുകൊണ്ടോ? മനസ്സിലാവുണ്ടോ പറഞ്ഞത്? പറയും. വിഷയം തീർന്നിട്ടില്ല. അവിടേക്ക് ഞാൻ തിരിച്ചു വരും. ഒന്ന് തിൻ്റെതല്ല, കടം തന്നതാണ്. കടം തന്നെയാണ് ആയത്ത്. ഫലഊല. ഏതാ സൂറത്ത്? ഏതാ ഈ സൂറത്ത്? ഉസ്താദന്മാർ പറയണ്ട. ഉസ്താദന്മാരല്ലാത്തതും പറയും. فلولا إن كنتم غير مدينين ترجعونها إن كنتم صادقين فأما إن كان من المقربين فروح وريحان وجنة نعيم. اللهم اجعلنا منهم. മനസ്സ് തുറന്ന് പറയാം. اللهم اجعلنا منهم. എല്ലാം ഞാൻ കടം തന്നതാണ്. ഒന്നും എന്റേതല്ല, ഞാൻ കടം തന്നതാണ്. ഭാര്യ, സുന്ദരിയായ ഒരു ഭാര്യ നിനക്കുണ്ട്. അവളെ സൗന്ദര്യം ഞാൻ കടം തന്നതാണ്. അവളെ ശരീരം ഞാൻ നിനക്ക് കടം തന്നതാണ്. നിന്റെ മക്കൾ ഞാൻ നിനക്ക് കടം തന്നതാണ്. നിന്റെ ആരോഗ്യം നിനക്ക് കടം തന്നതാണ്. ഒക്കെ കടന്റെ കടാണ്. നിന്റെതല്ല. അപ്പൊ ആരുടേതെങ്കിലും ആണോ? ബാപ്പാൻ്റെതോ? ബാപ്പാൻ്റെതോ അല്ല.
പിന്നെ ആരുടേതാ? അത് വിചാരിച്ചിട്ടാ ഏറ്റവും വലിയ സ്ഥലമാണ് എന്ത്? നെറ്റി. അത് വിചാരിച്ചിട്ടൊന്ന് നെറ്റി വെച്ചൊക്കെ മണ്ണില് അതിനൊരു വില ഉണ്ടാവും. ഞാൻ എന്റേതല്ല, എനിക്ക് റബ്ബ് തന്ന കടമാണ്. അല്ലാഹ് ഞാൻ തിരിച്ച് നിന്റെ മുന്നിൽ വെക്കുകയാണ്. ശുക്രാൻ ശുക്രാൻ എന്ന് വിചാരിച്ച് സുബ്ഹാൻ റബ്ബിയൽ അഅ്ല വെല്ലിയൊക്കെ അതിന് വില ഉണ്ടാവും. അവിടെ വെച്ചാൽ മനസ്സിലായില്ല. ആ വിചാരത്തോടുകൂടെ നെറ്റി വെച്ചാലും പൂതിയില്ല. മനസ്സിലായോ പറഞ്ഞത്? ഇല്ലെങ്കിൽ ഇമാമിന്റെ എണീക്കാത്ത തോന്നിപ്പോവും. നിങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ടോ? പറഞ്ഞത് മനസ്സിലായില്ലേ? ഒരു മിനിറ്റ് നേരം വൈകിയപ്പോഴത്തേന് ഇയാൾ എന്തി മാമ, മനസ്സിലായോ? ഇയാൾ എങ്ങനെയെങ്കിലും നമുക്ക് ഷാബാൻ മുമ്പ് പിരിച്ചു വിടഞ്ഞ വലിയ വഴി എന്താ? എന്തുകൊണ്ട് ഇയാളെ സുജൂദ് കിടക്കന്നെ? നേരെ മറിച്ചോ ബോധമുണ്ടെങ്കിൽ ഉസ്താദ് അങ്ങ് നേരത്തെ സുജൂദിൽ നിന്ന് വന്നാൽ മെല്ലെ സോപ്പ് കഴിഞ്ഞ് എല്ലാവരും പോയിട്ട് അകത്തെ പള്ളി പോയിട്ട് റൂമിൽ കയറി ഉസ്താദെ ഒന്നും കൂടി സാവധാനത്തിൽ നിസ്കരിച്ചാൽ മതി, സുജൂദ് ഒന്നുകൂടി നിന്നോട്ടെ, അള്ളാഹിന്റെ മുന്നിലല്ലേ. ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് എന്ത്? പറയെന്ത്? ബോധ്യമില്ല. കാരണം ഇതിൻ്റെ അല്ല, ഇതാരുടേതാണ്? അല്ലാഹ്. അൽഹംദുലില്ലാഹ്. فلولا إن كنتم غير مدينين. ഒന്നിൻ്റെതല്ല, നിനക്കുള്ളൊന്നും നിൻ്റെതല്ല, ഒന്നുമില്ല. കൈൻ്റെതാണോ? അല്ല. ഈ കൈയാണ്. ഞാനൊരാളെ അറിയും, അയാൾക്ക് കൈയിന് സ്വാധീനമല്ല. ഇങ്ങനെയുള്ള ഒരാളെ ഞാൻ അറിയും. കൈയുണ്ട്, പക്ഷേ ചായ ക്ലാസ് ഭാര്യ പിടിച്ചു കൊടുക്കണം. മനസ്സിലായില്ല? കൈയുണ്ട്, പക്ഷെ എന്തില്ല? ശേഷിയില്ല. അല്ലാഹു കാക്കട്ടെ. അപ്പോൾ കൈ തന്നു. കൈ തന്നാ മതിയില്ല. കൈ തന്നാ പോരാ, എന്തും വേണം, ശേഷി വേണം. കാലുണ്ട്, ശേഷിയില്ല. അപ്പോൾ കാല് തന്നവന് അൽഹംദുലില്ലാഹ്, കാലിന് ശേഷി തന്നവന് അൽഹംദുലില്ലാഹ്, കാല് നിലനിർത്തി തന്നവന് അൽഹംദുലില്ലാഹ്. ഇന്നലെ ഞാനൊരാളെ കണ്ടിട്ടുണ്ട്, നടക്കാൻ വയ്യ, പടിമാട് കരുത്തൻ, പക്ഷേ ആക്സിഡന്റിൽ പോയി പെട്ടിട്ട് കാല് തൊട മുതൽ മുറിച്ച് കളഞ്ഞതാണ്. അള്ളാഹു അദ്ദേഹത്തിന് ഇസ്സത്തും ഖൈറും കൊടുക്കട്ടെ. അല്ലാഹ് അൽഹംദുലില്ലാഹ്. ഞങ്ങളെ ശരീരം നീ നിലനിർത്തിയല്ലോ. എന്ത് പറ? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇതൊന്നും നിലനിർത്തേണ്ട ഒരു ബാധ്യതയും അള്ളാഹുവിന് ഒരു ബാധ്യതയുമില്ല. അള്ളാഹുവിന് ഒരു ബാധ്യതയും ഇല്ല. അള്ളാഹു നമുക്ക് കാല് തന്നു, കാലിന് ആരോഗ്യം തന്നു. അൽഹംദുലില്ലാഹ്. ലൈംഗിക അവയവത്തിന് കരുത്ത് തന്നു. അതുകൊണ്ടല്ല കുട്ടി മക്കൾ ഉണ്ടായത്, അതുകൊണ്ടല്ല മോനെ നീ ആസ്വദിച്ചത്. പിന്നെ എങ്ങനെ നീ അത് ഹറാമിൽ ഉപയോഗപ്പെടുത്തി? കരുത്തില്ലെങ്കിലോ കല്യാണത്തിന്റെ പിറ്റേന്ന് നിന്റെ ഭാര്യ ഓടിപ്പോവില്ലടോ. ഈ കരുത്തിലന്നവനെ പറ്റി എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അല്ലാഹ് എന്ന് വിചാരമുള്ള ഒരു മനുഷ്യൻ വ്യഭിചരിക്കുകയില്ല. എന്തുകൊണ്ട്? താൻ അസല്ലായ ഒരു വസ്തുവിന്, ഒന്നിനും കഴിയാത്ത ഒരവയവത്തിന് ഒരു പ്രത്യേക ഘട്ടത്തിൽ കരുത്ത് കൊടുത്തവൻ ആരാണ്? അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ്. മനസ്സിലായോ? നമ്മളെ വീടൊക്കെ ഇനിയും മൂടിയാലും അവൻ ആരെന്നെയാണ്? നാളെ നീ വീട്, ഞങ്ങളെ വീട് മൂടിയാലും വെള്ളം കൊണ്ട് മൂടിയാലും നീ ആര് തന്നെ? മഹാനാണ്. അല്ലാഹു മഹാനാണ്. അൽഹംദുലില്ലാഹ്. ഒറ്റ കാര്യം ചിന്തിച്ചു, അവരൊറ്റ കാര്യം ചിന്തിച്ചു. എങ്ങനെ ഒരു മനുഷ്യ വിചരിക്കും? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ചിന്തിക്കുന്ന മനുഷ്യൻ എന്ത് ചെയ്യൂല? ചിന്തിക്കുന്ന മനുഷ്യൻ വിചരിക്കും. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ.